നമസ്കാരം. കാലികം കലിയുഗം എന്ന പരമ്പരയുടെ ആദ്യ എപ്പിസോഡിൽ നാടിനെ മുഴുവൻ നടുക്കിയ ഒരു സംഭവമാണ് നമ്മൾ വിവരിക്കുന്നത്. കേരളീയ സമൂഹം ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത, ഒരുപക്ഷെ നമ്മളുടെ ഒന്നും ജീവിതകാലത്തിൽ ഒരിക്കലും സംഭവിക്കുമെന്ന് നാം ആരും പ്രതീക്ഷിക്കാത്ത അതിഭീകരവും ഭയാനകവുമായ ഒരു സംഭവം. കൂടുതൽ ആമുഖത്തിന്റെ ആവശ്യമില്ലാത്ത ഭയാനകമായ ഒരു സംഭവം. കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിലുണ്ടായ കൂട്ടക്കൊലപാതകം. സ്വന്തം മാതാവ്, സ്വന്തം സഹോദരൻ, സ്വന്തം മുത്തശ്ശി, സ്വന്തം പിതാവിന്റെ സഹോദരനും ഭാര്യയും, സ്വന്തം പ്രണയിനിയായി താൻ കണക്കാക്കിയ തന്റെ വരുംകാല വധുവായി കണക്കാക്കിയിരുന്ന യുവതി 6 പേരെ ഒരേ സമയം നിഷ്ഠൂരമായി കൊല ചെയ്യുവാൻ കേവലം 23 വയസ്സായ ഒരു യുവാവിന് എങ്ങനെ കഴിയും? സ്വന്തം മാതാവ് മാത്രം ആ വധശ്രമത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട് ഇന്ന് ജീവനോട് മരണത്തോട് മല്ലിട്ട് ജീവന് വേണ്ടി ആശുപത്രിയിൽ കഴിയുന്നു. ബാക്കി 5 പേരെയും കാലുപുരിയിൽ അയക്കുവാൻ എങ്ങനെയാണ് കേവലം 23 വയസ്സ് മാത്രം പ്രായമുള്ള, ഇന്നേ വരെയുള്ള ചരിത്രത്തിൽ യാതൊരു തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലവുമില്ലാത്ത ഒരു യുവാവിന് സാധിക്കുക? എങ്ങനെയാണ് ഇതിനെ നമുക്ക് വിവരിക്കേണ്ടത്? എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ? മനസാക്ഷിയെ മുഴുവൻ നടുക്കിയ, ഞെട്ടിച്ച ഒരു സംഭവമാണ്. വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയില്ല. എങ്ങനെയാണ് നൈമിഷികമായി നമുക്കുണ്ടാകുന്ന ഒരു വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഒരാൾക്കെതിരെ ആക്രമണം നടത്തുകയും അറിയാതെ യാദൃശ്ചികമായി കൊലയിലേക്കൊക്കെ സംഭവിച്ചേക്കാം? മനുഷ്യ സഹജം. എന്നാൽ രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം ഏതാണ്ട് 6 മണി വരെയുള്ള 7-8 മണിക്കൂർ സമയം ഒരു കൊലപാതക പരമ്പര വ്യത്യസ്ത സ്ഥലങ്ങളിൽ ചെന്ന് നടത്തുവാൻ ഒരേ ഒരു വ്യക്തിക്ക് മാത്രം, കൂട്ടാളികൾ ആരുമില്ല, സ്വന്തമായി പോയി അദ്ദേഹം ചെയ്യുന്നു. എങ്ങനെയാണ് ഇത് സാധ്യമാകുക? ഇതിന്റെ പിന്നിലെ ഏത് തരത്തിലുള്ള ധാർമ്മികതയാണ്? ഏത് തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമാണ്? എന്താണ് നമുക്ക് വിവരിക്കാൻ കഴിയും? മനഃശാസ്ത്രകാരന്മാർക്ക്, ക്രിമിനോളജിസ്റ്റുകൾക്ക്, സാമൂഹ്യ പ്രവർത്തകർക്ക്, ഡോക്ടർമാർക്ക്, പോലീസ് ഓഫീസേഴ്സിന്, ഇവർക്കൊന്ന് നീതി പീഠത്തെ നയിക്കുന്ന നീതിന്യായ പീഠത്തിന്റെ അധിപന്മാരായിരുന്നവർ, ഇവരൊക്കെ ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ദുരൂഹതയുടെ, ഒരു പ്രഹേളികയുടെ ഒരു മൂടുപടം അവിടെ നിലനിൽക്കുകയാണ്. എന്താണ് ഇതിന്റെ പിന്നിലെ സംഭവം എന്ന് ഒരുപക്ഷെ ആർക്കും പ്രവചിക്കാൻ കഴിയുന്നില്ല. സാമാന്യ ബുദ്ധിക്കും സാധാരണ ചിന്താധാരയും വെച്ച് നാം ഒന്ന് ആലോചിച്ചാൽ, കേവലം 23 വയസ്സുള്ള ഒരു മനുഷ്യൻ, ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് തനിക്ക് ജന്മം നൽകി, തന്നെ തീറ്റിപ്പോറ്റി വളർത്തി, തന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന, മരണത്തോട് മല്ലടിച്ച് ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോഴും പോലീസിനോട് കൊടുക്കുന്ന മൊഴിയിലും, വിദേശത്ത് നിന്ന് ഓടിയെത്തിയ ഭർത്താവിനോട് നൽകുന്ന വർത്തമാനത്തിലും, ഡോക്ടർമാരോട് പറയുമ്പോഴും തൻ്റെ മകന്റെ ക്രൂരമായ പീഡനത്തിന് ഇരയായി താൻ ആശുപത്രിയിൽ എത്തിയതാണ് എന്ന് ആ അമ്മ പറയുന്നില്ല. കട്ടിലിൽ നിന്ന് താഴെ വീണ് അപകടം പറ്റിയാണ് താൻ ഇവിടെ എത്തിയത് എന്നാണ് അബോധാവസ്ഥയിലും ആ അമ്മ പറയുന്നത്. ബോധത്തിന്റെ പൂർണ്ണ രൂപമെത്താത്ത ഘട്ടത്തിലും സ്വന്തം മകനെ ഒരു വാക്കുകൊണ്ട് പോലും കുറ്റപ്പെടുത്താൻ തയ്യാറാകാത്ത ഒരു മാതാവിന്റെ സ്നേഹത്തിന്റെ എങ്ങനെയാണ് നമുക്കിതിനെ വിവരിക്കാൻ കഴിയുക? അത്രമാത്രം ഹൃദയത്തോട് ചേർത്ത് വെച്ച് തൻ്റെ മകനെ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്ത ആ പൊന്നു മാതാവിനെ ചുറ്റിക കൊണ്ട് ക്രൂരമായി ഇടിച്ച്, സാരി കൊണ്ട് കഴുത്തിൽ ഞെരുങ്ങി തലയിലിടിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തുക. സ്വന്തം കുഞ്ഞനുജൻ മുഖത്തേക്ക് നോക്കിയാൽ നൈർമല്യം തുളുമ്പുന്ന ചൈതന്യപൂർണമായ ഒരു കുഞ്ഞുകുട്ടി, സ്നേഹം കൊണ്ട് തന്നെ വീർപ്പ് മുട്ടിക്കുന്ന ജ്യേഷ്ഠൻ വിളിക്കുമ്പോൾ എവിടെയും പോകുന്ന ആ കൊച്ചുകുട്ടിയെ, നിഷ്കളങ്കമായ ആ മനസ്സിന്റെ ഉടമയായ കുഞ്ഞിനെ അതിക്രൂരമായി ചുറ്റികയ്ക്ക് തലക്കിടിച്ച്, കണ്ണിലിടിച്ച്, കാതിലിടിച്ച്, ചടപടാന്നിടിച്ചു കൊല്ലുക എങ്ങനെ സാധിക്കും? സ്വന്തം മുത്തശ്ശി, വയോവൃദ്ധയായ ആ മുത്തശ്ശിയെ ക്രൂരമായി കൊലപ്പെടുത്തുക. സ്വന്തം സഹോദരന്റെ പിതൃ സഹോദരനെയും അതുപോലെ തന്നെ അവരുടെ ഭാര്യയെയും മറ്റൊരു സ്ഥലത്ത് പോയി കൊലപ്പെടുത്തുക. താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അതിനെ മുറിയിൽ കയറ്റിയിട്ട് കൊലപ്പെടുത്തുക. നമുക്ക് ഒരുപക്ഷെ കേരളത്തിന്റെ എന്നല്ല ലോക ചരിത്രത്തിൽ തന്നെ ഇതുപോലൊരു കൊലപാതകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി നമ്മൾ കേട്ടിട്ടില്ല. അമേരിക്കയിലൊക്കെ തുരുതുരായെന്ന് വെടിവെച്ച് പലരെയും കുട്ടികൾ കൊന്നതായി കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര നികൃഷ്ടവും ക്രൂരവുമായി മണിക്കൂറുകൾ നീണ്ടുനിന്ന പ്രക്രിയയിലൂടെ ഒരു വ്യക്തി തന്നെ
ഇങ്ങനെ കൊലപാതകം നടത്തിയെന്ന് പറയാം. അവൻ്റെ മാനസികാവസ്ഥ എന്താണ്? അതിൻ്റെ പിന്നിലെ പശ്ചാത്തലം എന്താണ്? ഇവൻ എങ്ങനെയാണ് ഇത്തരത്തിലേക്ക് ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത്? ഇതിൻ്റെ പിന്നിൽ ഇവന് ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായ ട്രെയിനിങ്, ക്രൂരമായ പ്രവർത്തികൾ ചെയ്യുവാനുള്ള ഏതെങ്കിലും പരിശീലനങ്ങൾ സിദ്ധിച്ചിട്ടുണ്ടോ? പരിശോധിക്കപ്പെടേണ്ടതല്ലേ? നിരന്തരമായ രാസലഹരിയുടെ അടിമയായിരുന്നോ ഇദ്ദേഹം? പരിശോധിക്കപ്പെടേണ്ടതല്ലേ? നമ്മളുടെ മനസാക്ഷിയെ മുഴുവൻ നടുക്കുന്ന ഇത്തരം സംഭവങ്ങൾ കേരളം സാക്ഷരമാണ്, സമ്പൂർണ്ണ സാക്ഷരമാണ്. എല്ലാ രംഗത്തും നാം നമ്പർ 1 എന്ന് അവകാശപ്പെടുമ്പോൾ ഇപ്പോൾ കൊലപാതകത്തിൻ്റെയും ക്രൂരമായ ആത്മഹത്യകളുടെയും അതിക്രൂരമായ മനുഷ്യവേട്ടയുടെയും എല്ലാം മേഖലയിലും 1-ാം നമ്പറിൽ എത്തി എന്ന് നമുക്ക് പറയേണ്ട ഗതികേടിലേക്ക് നാം പോവുകയാണ്. ഒരുപക്ഷെ രാജ്യത്തെ തന്നെ നടുക്കിയ, ലോകത്തെ തന്നെ നടുക്കിയ ഈ കൊലപാതകം കേരളത്തിൻ്റെ മനസാക്ഷിയെ അക്ഷരാർത്ഥത്തിൽ മരവിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഏത് തരത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കണമെന്നതിനെ കുറിച്ചൊരു ചർച്ച നമുക്ക് അനിവാര്യമാണ്. സ്നേഹത്തോടുകൂടി അച്ഛനെയും അമ്മയെയും കുടുംബത്തെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കാലത്തും ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ കഴിയില്ല. ധാർമ്മികമായ വിശ്വാസമുള്ള, ആധ്യാത്മികമായ ചിന്താധാരയുള്ള, മനുഷ്യനെ പരസ്പരം സ്നേഹിക്കുന്ന, അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും സ്നേഹിക്കുന്ന, സഹജീവികളെ സ്നേഹിക്കുന്ന ഒരു വികാരം ആ കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയാതെ പോയതാണോ ഇതിന് കാരണം? കടബാധ്യതയാണ് എന്ന് അദ്ദേഹം പറയുമ്പോഴും എത്രയോ കോടിക്കണക്കിന് ഇവിടെ കടബാധ്യതയുള്ള അനേകം ആളുകൾ നമ്മുടെ ഇടയിൽ ഇന്നും ജീവിച്ചിരിക്കുന്നു. ആഡംബര ജീവിതത്തിൻ്റെയും അനിയന്ത്രിതമായ ജീവിതശൈലിയുടെയും ഒക്കെ ഇരയായി ഇദ്ദേഹം മാറിയതാണ്. എന്തുകൊണ്ട് നമുക്ക് ഒരു പുതുതലമുറയെ ശ്രേഷ്ഠമായ രീതിയിൽ സൃഷ്ടിച്ചെടുക്കുവാൻ പരിശ്രമിച്ചുകൂടാ? ഇത്തരത്തിലുള്ള ക്രൂരമായ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ ധാർമ്മിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. കുടുംബമാണ് എല്ലാത്തിൻ്റെയും ആധാരം. സ്വന്തം പിതാവിൻ്റെ ദീർഘനാളത്തെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നുമുള്ള അകൽച്ച, അമ്മയുടെ മാത്രം നിയന്ത്രണത്തിൽ മകൻ വളരുന്നു. അമ്മയ്ക്ക് മകനിലുള്ള സ്വാധീനം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മകനെ ഭയപ്പെട്ട അമ്മ ജീവിക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ, സഹപ്രവർത്തകരും സഹപാഠികളുമായി അല്ലെങ്കിൽ സമീപവാസികളും സുഹൃത്തുക്കളും അയൽവാസികളും സ്വന്തക്കാരുമായിട്ട് അകലം പാലിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വം, അങ്ങനെ ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ഒന്നാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം. ഈ കൂട്ടക്കൊലപാതകത്തെക്കുറിച്ച് സവിസ്തരമായ ചർച്ച കേരളീയ സമൂഹത്തിൽ ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിയുന്ന മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ ഗൗരവതരമായ മാറ്റം ഉണ്ടാക്കിയെടുക്കുവാൻ ഓരോ വ്യക്തിയും, കുടുംബവും, സാമൂഹിക സംഘടനകളും, സമുദായ സംഘടനകളും, മതസംഘടനകളും, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, ഭരണ സംവിധാനവും എല്ലാം ഒന്നു ചേർന്നുള്ള ഒരു കൂട്ടായ ശ്രമമാണ് നമുക്ക് ആവശ്യം. പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട്, പരസ്പരം വേദനിപ്പിച്ചുകൊണ്ട്, പരസ്പരം പല രീതിയിൽ പഴിചാരിക്കൊണ്ട് നമുക്കിതിൽ നിന്നൊന്നും മോചനം ഉണ്ടാവില്ല. ഭീതി കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുകയാണ്. ഒന്നും അറിയാതെ വീട്ടിലിരുന്ന ആളുടെ വീട്ടിലേക്ക് ഒരു ബന്ധു കയറി വന്ന് ഒരു പ്രകോപനവുമില്ലാതെ തലക്കടിച്ച് കൊല്ലുക, എന്താ നമുക്ക് പറയാൻ കഴിയും? എങ്ങനെ നമുക്ക് ഒരു വീട്ടിൽ വിശ്വസിച്ച് ജീവിക്കാൻ കഴിയും? പണം കടം ചോദിച്ചു കൊടുത്തില്ല എങ്കിൽ കൊലപാതകം, കൊടുത്ത പണം തിരിച്ചു ചോദിച്ചാൽ കൊലപാതകം. എത്രമാത്രം ഭയാനകവും ഭീതിതവുമായ ഒരവസ്ഥയാണ് കേരളീയ സമൂഹം ഇന്ന് നേരിടുന്നത്. ഇവയെല്ലാം ഈ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇതിലൂടെ ഉരുത്തിരിയുന്ന ആശയങ്ങൾ നമ്മുടെ നാടിൻ്റെ വരുംകാല നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു മുന്നേറ്റമായി മാറേണ്ടതുണ്ട്. മാനവീയം ഈ മഹത്തായ ധർമ്മയുദ്ധത്തിൽ, ഈ ധാർമ്മികമായ മുന്നേറ്റത്തിൽ മാനവീയം പുതിയൊരു ലോകക്രമത്തിന് വേണ്ടി, പുതിയൊരു ചിന്താധാരയ്ക്ക് വേണ്ടി ഈ വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ആരെയും കുറ്റപ്പെടുത്തുവാനോ വേദനിപ്പിക്കുവാനോ വിഷമിപ്പിക്കുവാനോ അല്ല, മറിച്ച് ഇത്തരം സംഭവങ്ങൾ ഇനി കേരളീയ സമൂഹത്തിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയും, പൊതുവായ ഒരു ചർച്ചയ്ക്ക് വേദിയൊരുക്കുവാൻ മാനവീയം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുകയും പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി അവയെല്ലാം സമാഹരിച്ച് നമുക്കൊരു പുതിയ സാമൂഹിക വ്യവസ്ഥിതിക്കും കുടുംബാന്തരീക്ഷത്തിനും വ്യക്തി ജീവിതത്തിനും ഒരു സുരക്ഷിതമായ പശ്ചാത്തലത്തിലേക്കുള്ള ജീവിത സാഹചര്യങ്ങൾക്കുമൊക്കെ വേദിയൊരുക്കാം. നമുക്ക് സാധിക്കുന്ന രീതിയിൽ നമുക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയപൂർവമായ സഹകരണം അഭ്യർത്ഥിക്കുകയും വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ ജീവൻ നഷ്ടപ്പെട്ട ആ ആത്മാക്കളുടെ മുന്നിൽ പ്രണമിക്കുകയും ഇത്തരത്തിലുള്ള കൊടും ക്രൂരതകൾക്ക് ആ പ്രേരിതമായ ആ മനുഷ്യൻ്റെ മാനസികാവസ്ഥ എന്ത് എന്നറിയാൻ അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടാവാൻ
ആ വ്യക്തിയെ അത്തരത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.